السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ചുറബ് പുറത്തു തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ പറഞ്ഞു ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം പഠിക്കുന്ന ഈ അറിവുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അൻ അബീദ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ യുസ്ബിഹു അലാ കുല്ലി സുലാമ من أحدكم صدقة فكل تسبيحة صدقة وكل تحميدة صدقة وكل تهليلة صدقة وكل تكبيرة صدقة وأمر بالمعروف صدقة ونهي عن المنكر صدقة ويجزع من ذلك ركعتان يركعهما من الضحى. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും സുരക്ഷിതത്തിന് നന്ദി എന്നോണം ദിവസവും പ്രഭാതത്തിൽ ഓരോ ദാനം ചെയ്യൽ ഓരോരുത്തരുടെയും മേൽ നിർബന്ധമാണെന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പ്രവാചകൻ പറയുന്നു, ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, കയ്യ്, കണ്ണ്, കാല്, അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന അവയവങ്ങളെക്കുറിച്ച് ചിന്തിക്ക്. നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, നമ്മുടെ നാവ്, നമ്മുടെ കയ്യ്, നമ്മുടെ കണ്ണ്, നമ്മുടെ കാല്, നമ്മുടെ ഹൃദയം, നമ്മളുടെ കിഡ്നി, നമ്മുടെ കരള്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ അത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്താണ്. അതിൻ്റെ മഹത്വവും പവിത്രതയും നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിനൊക്കെ നന്ദി എന്ന രീതിയിൽ ഒരു ദിവസം പ്രഭാതത്തിൽ ഒരു ദാനമെങ്കിലും, ഒരു സദക്ക നമ്മൾ ചെയ്യണമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. സുബ്ഹാനല്ലാഹ് പറയൽ സദക്കയാകുന്നു, ഒരു അൽഹംദുലില്ലാ പറയൽ സദക്കയാകുന്നു, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ സദക്കയാകുന്നു, ഒരു അല്ലാഹു അക്ബർ എന്ന് പറയൽ സദക്കയാകുന്നു, നന്മ ഉപദേശിക്കൽ സദക്കയാകുന്നു, തിന്മ തടയൽ സദക്കയാകുന്നു. എല്ലാ സന്ധികൾക്കും നന്ദി എന്നോണം 2 റക്അത്തു ളുഹാ നമസ്കരിക്കൽ മതിയാകുന്നതാണ് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. സദക്ക കൊടുക്കൽ നിർബന്ധമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. സദക്ക കൊടുക്കൽ നിർബന്ധമാണ്. അള്ളാഹു നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും ശുക്ർ എന്ന രീതിയിൽ, നന്ദി എന്ന രീതിയിൽ അള്ളാഹുവിന്റെ മേൽ സദക്ക നമുക്ക് അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യമാണ് സദക്കയാക്കി കൊടുക്കുക എന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പൈസ ഇല്ലെങ്കിലും ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാ, ഒരു അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ഒരു നന്മ ഉപദേശിച്ചു കൊടുക്കുക, ഒരു തെറ്റ് കണ്ടാൽ തടയുക, ഇതൊന്നുമില്ലെങ്കിൽ 2 റക്അത്ത് ളുഹാ നമസ്കരിക്കുക, അതിന് മതിയാകുന്നതാണ് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു ഹദീസ് മഹാനായ അൻ ബുറൈദത റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഫിൽ ഇൻസാനി സുമിഅത്തിൻ വതിസ്വതും മഫ്സില ഫഅലൈഹി അൻ യതസദ്ദഖ عن كل مفصل منه بصدقة قالوا ومن يطيق ذلك يا نبي الله قال النخاعة في مسجد تدفنها والشيء تنحي عن الطريق فإن لم تجد فركعة الضحى തുജ്സിഉക. മഹാനായ ബുറൈദ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, മനുഷ്യ ശരീരത്തിൽ 360 സന്ധികളുണ്ട്. ഓരോ സന്ധികളുടെക്ക് വേണ്ടിയും ദിവസവും ഒരു സദക്ക ചെയ്യൽ അവൻ്റെ മേൽ കടമയാണ്. മനുഷ്യന്റെ ശരീരത്തിൽ 360 സന്ധികളുണ്ട്. അതിലെ ഓരോ സന്ധികൾക്കും പകരമായിട്ട് ഒരു മനുഷ്യൻ ഒരു ദിവസം സദക്ക ചെയ്യൽ അവൻ്റെ മേൽ കടമയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ ഇത് പറയുമ്പോൾ പാവപ്പെട്ട സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, എല്ലാ ദിവസവും 360 സന്ധികൾക്ക് പകരം ഓരോ സദഖകൾ കൊടുക്കാൻ കഴിവോ നബിയെ? ആർക്കാണത് കഴിവുള്ളത്? ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ കണക്കനുസരിച്ച് ഒരു ദിവസം 360 സദഖ ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വഹാബത്തിനെ കൊണ്ട് കഴിയില്ലായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിന് കഴിയില്ലല്ലോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പള്ളിയിൽ തുപ്പൽ പുരണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ നീക്കിക്കളയൽ സദഖയാണ്. പള്ളിയിൽ കിടക്കുന്ന പൊടികൾ അതെടുത്ത് മാറ്റിക്കൊടുക്കൽ അത് സദഖയാണെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, വഴിയിൽ വല്ല ഉപദ്രവകരമായ വസ്തുക്കൾ കിടക്കുന്നത് കണ്ടാൽ അതും നിങ്ങൾ മാറ്റിക്കള, അതും സദഖയാണെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളിക്കകത്ത് വല്ല പൊടിയോ പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിക്കളഞ്ഞ പള്ളി ശുദ്ധീകരിക്കൽ അത് സദഖയാ. ഇനി റോഡിലൂടെ നടന്നു പോകുന്നു, ജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ ഒരു കല്ല് കിടക്കുന്നു, ഒരു കമ്പ് കിടക്കുന്നു, എന്തെങ്കിലും കിടക്കുന്നു, അതെടുത്തു മാറ്റിക്കളയിൽ സദഖയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇതൊന്നും കിട്ടിയില്ല, പള്ളിക്കകത്തെങ്ങും നിനക്കൊരു പൊടിയെടുത്ത് കളയാനോ അല്ലെങ്കിൽ റോഡിൽ ജനങ്ങൾക്ക് തടസ്സമാകുന്ന ഒന്നും നിനക്ക് കിട്ടിയില്ലെങ്കിൽ നീ 2 റക്അത്ത് ളുഹാ നിസ്കരിക്ക്, എല്ലാത്തിനും പകരമായതാകുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 360 നരമ്പുകൾക്ക് നാഡികൾക്ക് പകരമുള്ള സദഖയാണ് 2 റക്അത്ത് ളുഹാ നിസ്കരിക്കൽ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു. ളുഹാ നിസ്കാരത്തിന്റെ പ്രതിഫലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹാഫള അലാ ശുഫഅത്തിൽ ളുഹാ ഗുഫിറതു ലഹു ദുനൂബുഹു വഇൻ കാനത് മിസ്ല സബ്റൽ ബഹരി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആരെങ്കിലും ളുഹായുടെ 2 റക്അത്ത് നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത പുലർത്തിയാൽ, എപ്പോഴെങ്കിലും തോന്നുമ്പോൾ നമസ്കരിക്കലല്ല, അതിലൊരു കൃത്യനിഷ്ഠത, ളുഹറിന് മുമ്പായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കേണ്ട നിസ്കാരം, ആ ളുഹാ നിസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യന് കൃത്യനിഷ്ഠത പുലർത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവൻ്റെ പാപം സമുദ്രത്തിൻ്റെ നുരകൾക്ക് സമാനമാണെങ്കിലും ഒരിക്കലും നമുക്ക് അളക്കാൻ കഴിയാത്ത ഒന്നാണ് സമുദ്രത്തിൻ്റെ നുര. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നുരയെക്കാളും പാപം ചെയ്ത മനുഷ്യനാണെങ്കിൽ, ളുഹാ നിത്യമായി നിസ്കരിക്കുന്ന മനുഷ്യനാണെങ്കിൽ അള്ളാഹു അവൻ്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരം നമുക്ക് നന്ദി രേഖപ്പെടുത്താൻ കഴിയണം. നമുക്ക് കയ്യും കണ്ണും കാലും സർവ്വതും തന്ന, ആരോഗ്യം തന്ന, അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ കിഡ്നി നഷ്ടപ്പെട്ടു പോയവർ അത് മാറ്റിവെക്കണമെങ്കിൽ 30-35 ലക്ഷം രൂപ. അപ്പോഴാണ് അതിൻ്റെ വില. നമ്മുടെ ശരീരത്തിൽ ഒരു ഓപ്പറേഷൻ, ഒരു മുട്ടിൻ്റെ വേദന, കാലുവേദന എന്തെങ്കിലും ഒന്ന് വരുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇതൊന്നും കൊടുക്കാതെ ഇതെല്ലാം നമുക്ക് തന്ന പടച്ച റബ്ബിനോട് നമുക്ക് നന്ദിയുള്ളവരാകണം, നന്ദി കാണിക്കുന്നവരാകണം. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്നു, സദഖ കൊടുക്ക്. നിങ്ങൾക്കത് സദഖ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങളൊരു സുബ്ഹാനല്ലാഹ് പറ, ഒരു അൽഹംദുലില്ലാഹ് പറ, ഒരു അല്ലാഹു അക്ബർ പറ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. ഇല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന വസ്തുക്കൾ എടുത്തു മാറ്റ്, പള്ളിയിൽ കിടക്കുന്ന പൊടിയെടുത്തു മാറ്റ്. ഇതിനൊന്നും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2 റക്അത്ത് ളുഹാ എങ്കിലും നിസ്കരിക്ക്. അതിലൂടെ ഇതിന് സദഖയുടെ പ്രതിഫലവും കിട്ടും. അതുമാത്രമല്ല, നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച രാവാണ്, ഇബാദത്തുകൾ ഒരുപാട് ചെയ്യേണ്ട രാവ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അമിതമായിട്ട് സ്വലാത്ത് പറഞ്ഞ് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ റൗളയുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കേണ്ട രാവ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. സഫർ മാസമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ റബീഉൽ അവ്വലിനെ സ്വീകരിക്കാൻ മാനസികമായി നമുക്ക് തയ്യാറാകാൻ കഴിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് 1000 സ്വലാത്ത് സ്വലാത്തെങ്കിലും ഇന്നത്തെ രാവിലെ പറയാൻ മറന്നു പോകരുത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിൻ്റെ മുറ്റത്ത് ചെന്ന് മലക്കുകൾ നമ്മുടെ പേര്, നമ്മുടെ സ്വലാം എത്തിച്ചു കൊടുക്കുന്ന ഒരു രാവാണ്. അതുകൊണ്ട് എല്ലാവരും സ്വലാത്തുകൾ കൊണ്ട് ഇന്നത്തെ രാത്രി ഹയാത്താക്കുക, ഇബാദത്തുകൾ അമിതമായി ചെയ്യുക. നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. എത്ര ഇബാദത്തുകൾ ചെയ്ത് പടച്ച റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയുമോ അത്രയും പരിശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിവസം പോലും ക്ലാസ് മുടങ്ങാതെ
മുടങ്ങാതെ നിരന്തരമായി അൽഹംദുലില്ലാ 97 ദിവസങ്ങളായി കേൾക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ, അള്ളാഹു ഇതെല്ലാം മരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ വെള്ളിയാഴ്ച രാവാണ്, എന്നെയും എൻ്റെ കുടുംബത്തെയും മറന്നുപോകാതെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ ഇൻഷാ അല്ലാഹ് നാളെ രാത്രി വെള്ളിയാഴ്ച രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലൈവായിട്ട് പ്രഭാഷണമുണ്ട്. ഈ കൊറോണയുടെ കാലത്താണെങ്കിലും 20 പേര് വരെ പങ്കെടുക്കാമെന്ന് ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പുള്ളത് കൊണ്ട് മുടക്കമില്ലാതെ എല്ലാ വെള്ളിയാഴ്ചയും ആ ക്ലാസ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും നാളെ രാത്രി നടക്കുന്ന ക്ലാസ് നമുക്ക് ഉപകാരപ്പെടുന്നതാണ്, ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്നതാണ്. എല്ലാവരും സമയം കണ്ടെത്തി അത് കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നല്ല നിലയിൽ വിജയിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. വആഖിറു ദുആനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.